സിനിമയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തന്നെ കയറി പിടിച്ചത് നടൻ ജയസൂര്യ അല്ല എന്ന് നമ്മുടെ ചാനലിൽ സ്വന്തം വാഗൊണ്ട് മൊഴിഞ്ഞ ഒരു നടി ഇന്ന് സമ്മതിച്ചിരിക്കുന്നു. ജയസൂര്യ തന്നെയാണ് തന്നെ കയറി പിടിച്ചത് എന്നുള്ളതും പരാതി നൽകിയിരിക്കുന്നു. പത്രസമ്മേളനത്തിൽ പേര് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ നടിയോട് ഇത് തന്നെയായിരുന്നു നമ്മുടെ ആവശ്യവും. ആ വാർത്ത കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. പൂർണ്ണമായും അതിൽ ഞാൻ ചോദിക്കുന്നത് ജയസൂര്യ തന്നെയാണോ എന്ന് പേരെടുത്ത് ചോദിക്കുന്നു. കാരണമുണ്ട്, അത് പറയാം. ജയസൂര്യ എന്നറിയാമായിരുന്നിട്ടും വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നിട്ടും അതിൽ ഞാൻ ദുൽഖർ സൽമാന്റെ പേര് പറയുമ്പോൾ ഞാൻ പ്രകോപിതയാകുന്നുണ്ട്. കാരണം ഈ വ്യക്തിക്ക് കൃത്യമായി അറിയാം ഇത് ജയസൂര്യ ആണെന്നുള്ളതും എല്ലാ ഹിന്ദുക്കളും ജയസൂര്യക്കാണ്. വെറുതെ മറ്റൊരു യുവ നടന്റെ പേര് വലിച്ചിഴിച്ചിട്ട് അവരെ കൂടെ ഒരു പുകമറ സൃഷ്ടിക്കാൻ അവർ മനഃപൂർവ്വം ശ്രമിച്ചതുകൊണ്ടാണ് നമ്മൾ പ്രകോപിതയാകുന്നത്. പലരും ചോദിക്കുന്നത് ദുൽഖറിന്റെ ഫാൻ ഗേൾ ആണോ എന്നുള്ളതാണ്. ഫാൻ ഗേൾ എന്നല്ല, അതിനപ്പുറത്തേക്ക് വ്യക്തമായി എനിക്കും മനസ്സിലായി ഇവർ പറയുന്നത് ജയസൂര്യ ആണെന്നുള്ളതും ഇവരുടെ ഇരിക്കുന്ന ചേഷ്ടകളൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. അപ്പോഴും ഈ വാർത്ത എടുത്തു തീരുന്നവർ, ഈ റിപ്പോർട്ട് എടുത്തു തീരുന്നതുവരെ ഇവർ സമ്മതിച്ചിട്ടില്ല. പക്ഷെ അവിടെ വെച്ച് വീണ്ടും ദുൽഖറിന്റെ പേര് വലിച്ചഴയ്ക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പ്രകോപിതയായത്. അത്തരത്തിൽ സംസാരിച്ച വ്യക്തിയാണ്. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ജയസൂര്യ അല്ല ഈ പ്രതി എന്നുള്ളത് മറ്റൊരു ചാനലിൽ പറഞ്ഞത്? ഇവർ വളരെ വിദഗ്ധമായി അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടി ഇങ്ങനെയാണ്, അതായത് ജയസൂര്യ ആണോ എന്ന് ചോദിച്ചതിന് അല്ല എന്ന മറ്റൊരു ഉത്തരം വെച്ച് ഞങ്ങളത് എഡിറ്റ് ചെയ്തു എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. അതായത് ജയസൂര്യ ആണോ എന്ന് ചോദിക്കുന്നു, മറ്റൊരു ഇത് വെച്ച് എഡിറ്റ് ചെയ്തു എന്ന് പറയുന്നു. ഇവരുടെ മുഖം ബ്ലർ ചെയ്യേണ്ട ആവശ്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളത് മറ്റൊരു ഫോൾഡറിലാക്കി അതിന്റെ എഡിറ്റ് ചെയ്ത ഭാഗമായിട്ടുണ്ട്. അതൊന്ന് കാണേണ്ടതാണ്. ഇതാണ് പ്രസ് മീറ്റിൽ ഇവർ പറയുന്ന കാര്യം. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ അല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കും. അപ്പൊ വേറെ പേര് പറയാം. ഇനി നിങ്ങൾ ദുൽഖർ, അപ്പൊ ദുൽഖർ സൽമാന്റെ പേരൊക്കെ ചുമ്മാ കളിയാക്കി ഫേസ്ബുക്കിലൊക്കെ ഇട്ടു. അപ്പൊ അവരോട് ദുൽഖർ ഞാൻ പറഞ്ഞു ഇനിയിപ്പം വേറെയും പേര് പറയും. അപ്പൊ അല്ല എന്ന് സ്ട്രെസ് ചെയ്യുന്നു. അവരപ്പൊ തന്നെ എന്റെ മുമ്പിൽ വെച്ച് എഡിറ്റ് ചെയ്യുന്ന. അപ്പൊ എഡിറ്റ് ചെയ്ത് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമെന്നറിയില്ല. പുള്ളിക്കാരി അപ്പോഴും പറയുന്നുണ്ട് ലേഡിയാണ് ചെയ്തത്. അവരെന്നിട്ട് ജയസൂര്യാണോ അല്ല, ആ സാധനം വാസി കൂട്ടി ആണോ അല്ല, ഈ രണ്ട് സാധനം ക്ലബ് ചെയ്ത് വെക്കുമ്പോൾ എന്നോട് ചോദിക്കുന്ന പോലെ തോന്നും ജയസൂര്യാണോ അല്ല. ബാക്കി കുറെ കാര്യം ഇത് കേട്ടല്ലോ, പ്രേക്ഷകർ ഇത് കേട്ടല്ലോ. സത്യത്തിൽ ചിരിയാണ് വരുന്നത്. ഇതെല്ലാം പ്രേക്ഷകർ കണ്ട കാര്യങ്ങളായതുകൊണ്ടാണ് നമുക്ക് ഒന്നുകൂടെ അത് പറയേണ്ടി വരുന്നത്. ഇനി ഇവർ പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് ജയസൂര്യ ആണോ എന്നുള്ളത് ബാസു കുറച്ച് ജയസൂര്യ അല്ല എന്ന് പറയുന്നത് കൂട്ടിയിട്ടെന്നൊക്കെയാണ്. ആ കൃത്യമായ ആ വീഡിയോ ഞാനത് കാണിക്കുകയാണ്. സൂപ്പർ താരത്തിനോട് അതിനുശേഷം സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സോഷ്യൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്ക് അയാൾ ഒത്തിരി ആളുകളെ സഹായിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അയാൾ അങ്ങനെ ഒരു വുമണൈസറാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. വേറൊരു അലിഗേഷനോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഒരുപാട് ആളുകൾ കോർണർ ചെയ്ത് ഓരോ ആർട്ടിസ്റ്റിനെ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളൊന്നും അല്ല. അത് തന്നെ വളരെ കോൺട്രഡിക്ഷൻ അല്ലേ? നമ്മൾ ഒരു ആർട്ടിസ്റ്റിന്റെ പേര് ആർട്ടിസ്റ്റ് എന്ന് പറയുകയും സൂപ്പർ താരം എന്ന് പറയുക കുറെ ഹിന്റ് ഇട്ട് കൊടുക്കുകയും എന്നാൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾ പറയുന്ന ആർട്ടിസ്റ്റ് അല്ല എന്ന് പറയുകയും ചെയ്യുന്നത് ജനങ്ങളെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയും മറ്റു ഒരുപാട് വ്യക്തികളെ ഒരുപോലെ പ്രതിക്കൂട്ടിലാക്കുകയും അല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് പറയേണ്ട ഉത്തരവാദിത്വം കൂടെ സോണിയ മൽഹാർ എന്ന വ്യക്തിക്കില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം വന്നു. ഇപ്പം ഒരുപാട് ആളുകളെ പ്രേക്ഷകർ പല രീതിയിൽ അതിനെ ഓരോ പേരുകൾ കണ്ടെത്തുന്നു. അത് ജയസൂര്യയാണ് പല പ്രേക്ഷകരും കണ്ടെത്തിയ ഒരു പേര്. അത് കേട്ടിട്ടുണ്ടാകാം. 2013 പിക്മാൻ എന്ന് പറയുന്ന ഒരു സിനിമ തൊടുപുഴയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. 2013 താങ്കൾ പറഞ്ഞിരിക്കുന്ന പല ഹിന്റുകളും ജയസൂര്യക്ക് അനുകൂലമായ ചില ഹിന്റുകളാണ്. ജയസൂര്യ എന്ന് പറയുന്ന ഒരു പേരിന് അനുകൂലമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു പേര് മുന്നിൽ നിർത്തിക്കൊണ്ട് പലരും ചോദിക്കുകയാണ് ഇതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജയസൂര്യ അല്ല എന്നൊരു വാക്ക് പറയാൻ കഴിയുമോ? ജയസൂര്യ അല്ല എന്ന് ഞാനിപ്പോൾ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ്. കാരണം എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു മറുപടിയാണ് ആ പ്രസ്തുത നടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ജയസൂര്യ ആണോ എന്ന് ചോദിച്ചിട്ട് അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാസ് കൂട്ടി കൊടുത്ത് എഡിറ്റ് ചെയ്ത് എൻ്റെ പൊന്ന് സഹോദരി ചേച്ചി നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ഞാൻ എന്നേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, നിങ്ങൾ ഈ മസാല കഥകളും കാര്യങ്ങളുമൊക്കെ കൂട്ടിക്കുഴച്ച് വിഴുങ്ങുന്നതും ഛർദ്ദിക്കുന്നതുമായിട്ടുള്ള ഓൺലൈൻ ചാനലുകൾ കണ്ട് പരിചയത്തിൻ്റെ പേരിലാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഈ വാർത്താ ചാനൽ എടുത്ത് നോക്കുക.
ഞാൻ ചെയ്തിരിക്കുന്ന വാർത്തകൾ എടുത്ത് നോക്കുക, അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് അതിൻ്റെ ക്വാളിറ്റി എന്ന്. അപ്പം മനസ്സിലാകും ഇത്തരത്തിലുള്ള നിങ്ങളുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ആരെ അങ്ങനെയാണോ നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ. ഓക്കെ, അതല്ല, അതാണ് ഒന്നാമത്തെ അതിനുള്ള ആൻസർ. അതല്ല, നമ്മളതല്ല എന്നുള്ളതാണ്. രണ്ടാമത്തത്, നിങ്ങളെ ജയസൂര്യയാണോ എന്നുള്ളത്, അതായത് ഈ പ്രസ്തുത നടിയോട് ജയസൂര്യയാണോ എന്നുള്ളത് വ്യക്തമായി കൃത്യമായി അതിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് വരെ വളരെ ക്ലിയറായി ആദ്യം മുതൽ അവസാനം വരെ പേരെടുത്ത് ചോദിക്കുന്ന വ്യക്തി എന്താവശ്യത്തിനാണ് താങ്കളിൽ നിന്ന് ജയസൂര്യ അല്ല എന്നൊരു വാക്ക് കിട്ടി അതിനെ എനിക്ക് ഇത് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കേണ്ടത്? മണ്ടത്തരമല്ലേ അത്? കോമൺ സെൻസ് ഇല്ലേ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് തന്നെ അല്ലെങ്കിൽ ചിന്തിക്കുന്നതിന് തന്നെ? ഒരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യം ഒരു വാർത്താ സമ്മേളനത്തിൽ ചെന്ന് താങ്കൾക്ക് അപ്പോഴപ്പോഴായി മാറ്റപ്പെടുന്ന നിലപാടുകൾ താങ്കളുടെ നിലപാടില്ലായ്മയാണെങ്കിൽ അത് തുറന്ന് സമ്മതിക്കുക. അല്ലാതെ മര്യാദയ്ക്ക് ഈ മാധ്യമപ്രവർത്തനം വളരെ സത്യസന്ധമായി ചെയ്തുകൊണ്ട് പോകുന്നവരെ അവിടെ വന്നവരുടെ ഫ്രണ്ടിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് ചേർത്തു, എന്താണ് ബോധമില്ലാതെയാണ് സംസാരിക്കുന്നത്, എന്ത് ബോധമില്ലാതെയാണ്. അതിൽ കൃത്യമായി എഡിറ്റ് ചെയ്താൽ കണ്ടുപിടിക്കാൻ കഴിയാത്തവരല്ല പ്രേക്ഷകർ ഒട്ടും മണ്ടന്മാരല്ല, അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് കുക്ക് ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഇത് കുക്ക് ചെയ്ത് ഉണ്ടാക്കി കിട്ടുന്ന മസാല കഥകളിൽ ജീവിതം കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. വ്യക്തമായി വാർത്തകൾ എങ്ങനെ സത്യസന്ധമായി അല്ലെങ്കിൽ അന്വേഷിച്ച് തന്നെ കണ്ടെത്തി ഒരു ഓൺലൈൻ ചാനൽ എന്നതിനപ്പുറത്തേക്ക് എൻ്റെ സത്യസന്ധത എത്രത്തോളം വ്യത്യസ്തമായി ചെയ്യാൻ കഴിയുമോ അതുപോലെ തന്നെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. പ്രൊഫഷണലായി തന്നെ ജേർണലിസം കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് താങ്കൾ വിചാരിക്കുന്ന കഥകളിലെയോ അല്ലെങ്കിൽ താങ്കൾ കണ്ടുവന്ന താങ്കൾ അത്തരത്തിലുള്ള ഒരു ആളുകളുമായി മാത്രം ഇടപഴകിയതിൻ്റെ പ്രശ്നമാണിത്. അങ്ങനെ അങ്ങനെ അല്ലാത്ത ആൾക്കാരുണ്ട്. ഓക്കെ, അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ഇതിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് ഈ ഒരു കാര്യം ഇവർ ഇവിടെ ഇരുന്ന്, അതായത് ഇതിൽ വ്യക്തമായി ഞാൻ ചോദിക്കുന്നുണ്ട്, ഈ പിക്മാൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജയസൂര്യയാണെന്ന് പലവട്ടം പറയുന്നു. അവർ ദുൽഖർ സൽമാൻ്റെയും മോഹൻലാലിൻ്റെയൊക്കെ പേര് അവർക്ക് വ്യക്തമായ ബോധമുണ്ട് ആരാണെന്നുള്ളത്. എന്നിട്ടും അവരതിൽ മാറ്റി പറയാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്. അതിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒബ്ജക്റ്റ് ചെയ്യുന്നു. അതല്ല എന്നുള്ളത് നമ്മളത് പറയുകയാണ്. എന്നിട്ടും വന്നിരുന്ന് പറയുകയാണ് ഒരു കോമൺ സെൻസ് ഉണ്ടോ എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇവരിത് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിക്കുന്നു. അപ്പോഴും ഇവരോട് സംസാരിക്കുമ്പോൾ ഇവരുടെ ചേഷ്ടകളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലായി ജയസൂര്യ തന്നെയാണെന്നുള്ളത്. അപ്പോൾ ഇവരോട് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനപ്പോൾ ഇവരോട് പറയുന്നൊരു കാര്യമുണ്ട്, ഇത് നിങ്ങൾ ജയസൂര്യ അല്ല എന്ന് പറഞ്ഞത് സത്യത്തിൽ ഒരിക്കലും അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് എടുക്കരുത്, അങ്ങനെ എടുക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് ഇത് വിടുന്നതിനോട് യോജിപ്പില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവർ അപ്പോഴും സമ്മതിക്കുന്നില്ല. ജയസൂര്യ ആണ് എന്നുള്ളത് ഇവർ സമ്മതിക്കുന്നില്ല. ഇവർ പറയുന്നു ഇല്ല, അങ്ങനെ പറയണ്ട, ജയസൂര്യ ഞാനും വളരെ സ്നേഹബന്ധമുള്ളവരാണ് ഞങ്ങൾ. ഇവർ എന്തൊക്കെയോ ബർത്ത്ഡേക്കൊക്കെ വിഷ് ചെയ്തിരിക്കുന്നു, അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൂടെ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തണം എന്നുള്ളത് എനിക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് പിന്നീട് ഞങ്ങൾ തീരുമാനമെടുക്കുന്നത്, ഇവരെന്താണോ പറഞ്ഞത് അത് അതുപോലെ അപ്ലോഡ് ചെയ്യുക. ഇവരെന്താണോ പറഞ്ഞത് ഒരു എഡിറ്റിങ്ങും വേണ്ട, അതുപോലെ അപ്ലോഡ് ചെയ്യുക. ഇതാണ് നിങ്ങളതിൽ കാണുന്നത്. ഒരു പ്രാവശ്യം ബാറ്ററി ഓഫ് ആയതുകൊണ്ട് ലൊക്കേഷൻ ഇപ്പുറത്തെ സൈഡ് മാറി എന്നേ ഉള്ളൂ. അതിലൊരു തരത്തിലുമുള്ള എഡിറ്റിംഗ് നടന്നിട്ടില്ല. അത് കുക്ക് ചെയ്യാൻ വച്ചിട്ട് മസാല ചേർത്ത് ഇളക്കിയെടുത്ത ഒരു സാധനമല്ല. അങ്ങനെയുള്ളത് ഞാൻ ചെയ്യില്ല. കൃത്യമായ വ്യക്തമായ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള നല്ല പാഠവും എനിക്കുണ്ട്. അത് വളരെ വ്യക്തമായി തന്നെ ചോദിച്ചിട്ടുമുണ്ട്. അതിനുള്ള ആൻസറുകളാണ് അതിൽ പറഞ്ഞത്. അവർ മലക്കം മറിയുന്നതും അവർക്ക് നിൽക്കാൻ കള്ളിയില്ലാതെ അവരെന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ പ്രേക്ഷകർക്ക് എപ്പോഴേ മനസ്സിലായി ജയസൂര്യയാണെന്നുള്ളത്. താങ്കൾക്ക് മാത്രമാണ് താങ്കൾ എന്തോ കണ്ണടച്ച് പാല് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. അപ്പോൾ അങ്ങനെ അവരുണ്ടായ ഒരു കാര്യത്തിനുള്ള ഒരു പ്രതികരണമാണിത്. നമ്മൾ ഒരിക്കലും എഡിറ്റ് ചെയ്ത് ചേർത്തതല്ലാതെ ഈ പ്രസ്തുത നടി ഇന്ന് പേര് വെളിപ്പെടുത്തിയ നടി തന്നെ പറഞ്ഞതാണ്. അത് കൃത്യമായി അതിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള വ്യാജമായ കാര്യങ്ങളൊക്കെ ആരോപിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട, ആള് മാറിപ്പോയെന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു.